എല്ലാവർക്കും നമസ്കാരം. സ്നേഹക്കൂട് സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പല്ലവി ഹരിയെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നീ എൻ്റെ സേതുവേട്ടൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അല്ലേ? അങ്ങനെയുള്ള നീ സേതുവേട്ടൻ്റെ പെങ്ങാമാരെ സ്വന്തം പെങ്ങാമാരായിട്ട് കാണണ്ടേ? എന്നിട്ട് നീ എന്താ ചെയ്തത്? നീ കാരണം സേതുവേട്ടന് ഒരു മോശപ്പേരായില്ലേ? നീ കാരണമല്ലേ സേതുവേട്ടന്റെ പെങ്ങൾക്ക് കരയേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മുടെ പല്ലവി ഹരിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. ആ സമയവും ഹരി പറയുന്നുണ്ട്, പല്ലവിയെടുത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റൂമിലേക്ക് ചെന്നത് തന്നെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവൻ ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും അവിടെ കൂടി നിന്നവരെയൊക്കെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്വാതി. അപ്പം അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടുന്ന ഒരവസ്ഥ വന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവൾ ഉള്ളുകൊണ്ടങ്ങ് ചിരിക്കുക. അവളുടെ മുഖഷേപ്പും അതുപോലെ മുഖത്തെ ആ ഒരു ഭാവമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ പല്ലവിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. എന്നാലും ഇപ്പം ഇത് തന്നെയാണ് അനിവാര്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പല്ലവി അവനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ വളരെ സങ്കടത്തിൽ നമ്മുടെ ഹരി സാധനങ്ങളൊക്കെ എടുത്ത് ബേബി ചേച്ചിയുടെ അടുത്ത് വരികയാണ്. ബേബി ചേച്ചി, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചി, ഞാൻ ചേച്ചിയുടെ കൂടെ ഈ അടുക്കളയിലല്ലേ നിന്നിരുന്നത്. എൻ്റെ ഫോൺ റിങ് ചെയ്ത സമയത്താണ് ഞാൻ സ്വാതിയുടെ റൂമിലേക്ക് പോയത്. അച്ചുവാണ് അവിടെ കൊണ്ടുപോയി ഫോൺ വെച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഹരി പറയുമ്പോഴത്തേക്കിനും, മോനെ, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ട് തന്നെയാണ് കാണുന്നത്. നീ അങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്യുമെന്നൊന്നും ഈ ബേബി ചേച്ചി വിശ്വസിക്കുന്നില്ല. പിന്നെ അറിയാലോ മോനെ, ആ സ്വാതി എന്ന് പറയുന്നവള് കുരുത്തം കെട്ടവളാണ്. അവൾ എന്തെങ്കിലും ചില ചതി ചെയ്ത് കാണും. അല്ലെങ്കിൽ മോനെ അങ്ങനെയുള്ളൊരു പരിപാടിയിലേക്ക് അവൾ എത്തിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബേബി ചേച്ചി നമ്മുടെ ഹരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അച്ഛനും ഉണ്ട് നല്ല വിഷമം. അങ്ങനെ ഹരി തൻ്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് ഹാളിലേക്ക് വരിക. അവിടെ നമ്മുടെ പൂർണിമയും ഋതുവും അതുപോലെ പല്ലവിയും ഒക്കെ ഉണ്ട്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഹരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഞാനൊരു അനാഥനാണല്ലോ, അതുകൊണ്ട് ആർക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ടിരിക്കുന്നത് എൻ്റെ സേതുവേട്ടൻ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഇവനിങ്ങനെ പറയുക. ശരിക്കും വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ ഹരിയെ കാണുമ്പോഴത്തേക്കിനും അവനെ നോക്കി ചെറിയ പുഞ്ചിരിയോടുകൂടി സ്വാതി ഇങ്ങനെ നിൽക്കുക. പിന്നീടാണെങ്കിലോ അവൻ നമ്മുടെ അച്ചുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ചുവിനോട് പറഞ്ഞു, അച്ചു, നിന്റെ കല്യാണം എന്നെ വിളിക്കണം കേട്ടോ. എവിടെ ആയിരുന്നാലും ഞാൻ വന്നിരിക്കും. ഇപ്പം എനിക്ക് തെരുവിലേക്കല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. സേതുവേട്ടൻ വരുമ്പോൾ പറയണം, ഒരിക്കലും ഞാൻ സേതുവേട്ടനെ ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ പല്ലവിയോട് യാത്രയും പറഞ്ഞ് നമ്മുടെ ഹരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അവൻ പോയ ആ ഒരു സന്തോഷത്തിൽ അവൻ പോയ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഋതുവും അതുപോലെ തന്നെ സ്വാതിയും കൂടി തമ്മി നോക്കുക. എന്തായാലും ഒത്തുമോളെ. അങ്ങനെ ഒരു ബാധ നമ്മുടെ പൊന്നുമ്മടം തറവാട്ടിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. ഇനിയുള്ളത് ഈ പല്ലവിയും അതുപോലെ തന്നെ സേതുവേട്ടനും മാത്രമാണ്. അവരെയും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അടിച്ചിറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പൊന്നുമടത്തിൻ്റെ സർവ്വാധികാരികളായിട്ട് നമുക്ക് തന്നെ അങ്ങ് വിലസാന്നും പറഞ്ഞ് ചേട്ടത്തി അനിയത്തിയും കൂടി ചില പ്ലാനുകളൊക്കെ മെനഞ്ഞതാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പാറു നേരെ ചെല്ലുക വീട്ടിലേക്ക്. അച്ഛനോടും അമ്മയോടും ജോലി കിട്ടിയ സന്തോഷമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും നമ്മുടെ പാറുവിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. പാറു ആണെങ്കിലോ, അമ്മ, ഇന്ന് ഇന്റർവ്യൂവിന് പോയ സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വഴിയരികിൽ വെച്ച് ഞാനും ചേച്ചിയും കൂടി നിന്ന് സംസാരിച്ചപ്പം ആ രാജലക്ഷ്മി അവരുടെ ആ പാട്ട കാറും എടുത്തുകൊണ്ട് വന്നു. അതും പോരാഞ്ഞിട്ട് ചെളിവെള്ളം എൻ്റെയും ചേച്ചിയുടെയും ദേഹത്ത് തെറിപ്പിക്കുകയും ചെയ്തു. ചേച്ചി ഒട്ടും വിട്ടൊന്നും കൊടുത്തില്ല. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ശരിക്കും ടെൻഷനായിട്ടോ. എൻ്റെ മോളെ എന്തിനാ വെറുതെ അവരുമായിട്ടൊരു വഴക്കിന് പോകുന്നത്? എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങള് ഒന്നും മിണ്ടിയില്ല. ചേച്ചി ഒരു കാര്യം ചെയ്തു. ഒരു ഇഷ്ടിക കഷ്ണം എടുത്തിട്ട് ആ ചെളിവെള്ളത്തിലേക്ക് ചേച്ചി ഇട്ടു. രാജലക്ഷ്മി അങ്ങ് ചെളിവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടാണ് വിട്ടത്. അങ്ങനെ നനഞ്ഞു പോയ രാജലക്ഷ്മി കണ്ടം വഴി ഓടുക ചെയ്തത്. കൊള്ളാം. എന്തായാലും അവരെ ഒന്നും കൂടി വാശി കയറ്റുന്ന പ്രവൃത്തിയല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും കൂടി പാറുവിനെ ശാസിക്കുക. അപ്പോൾ അവള് മറ്റൊരു കഥയും കൂടി പറയുക. അതെ, ഇന്ന് എന്നെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ആ വേഷത്തിലാണ് പോയത്. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ ഹെൽപ്പിന് ഒരാൾ വന്നു. അത് നമ്മളാരും വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല അമ്മേ. ഇന്ദ്രനെ പോലും അതുപോലെ തന്നെ രാജലക്ഷ്മിയെ പോലെയൊന്നും അല്ല അവരുടെ അനുജനായിട്ടുള്ള വിശ്വജിത്ത്.
അവനാ ഇന്ന് എന്നെ സഹായിച്ചത്. നീ എന്തൊക്കെയാ പാറു ഈ പറയുന്നതെന്ന് ചോദിച്ച് അമ്മ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തിരക്കാണ്. അതെ, ഇന്ന് അവനാണ് അവൻ്റെ ജാക്കറ്റ് തന്നിട്ട് എന്നോട് ഇൻ്റർവ്യൂ ആ ഒരു ക്യാബിനകത്തോട്ട് കയറി പോവാൻ പറഞ്ഞത്. അത് കാരണം മാത്രമാണ് എനിക്കിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതും ഈ ഒരു ജോലി കിട്ടിയതും. അതും പോരാഞ്ഞിട്ട് ഞാൻ അവനൊരു നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. മോളെ, ഇനിയെങ്കിലും ദേ അവനെ കാണാനോ അവനോട് സംസാരിക്കാനോ ഒന്നും നീ നിൽക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ പാറുവിനെ അമ്മയും അച്ഛനും കൂടി ചേർന്ന് വിലക്കുകയാണ്. അവളാണെങ്കിലോ അമ്മ നിങ്ങളാരും കരുതുന്ന പോലെയൊന്നും അല്ല. ആ രാജലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഇന്ദ്രന്റെയും സ്വഭാവമൊന്നും അല്ല വിശ്വന്. അവൻ നല്ല ഡീസന്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ദാ നമ്മുടെ സേതു പൊന്നുമടത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ വരുമ്പോഴാണ് ഇവിടെ നടന്ന പൊല്ലാപ്പുകൾ മുഴുവനും സേതു അറിയുന്നത്. എന്താ പറ്റിയത്, എൻ്റെ ഹരിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് സേതു പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുക. പല്ലവിയോട് ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ? അവൻ എൻ്റെ ആരാണെന്ന് നിനക്കറിയാവോ? അവൻ എൻ്റെ ചങ്കായിരുന്നു. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതൊക്കെ ചെയ്യാൻ നീ ഈ വീട്ടിലെ ആരാണ് എന്നുള്ളൊരു ചോദ്യം പല്ലവിയുടെ മുഖത്ത് നോക്കി സേതു ചോദിക്കുമ്പോൾ പല്ലവി ആകെ തകർന്നു പോയി. ശരിക്കും പറഞ്ഞാൽ പല്ലവി ഇച്ചിരി ഓവറായി പോയോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം ഇങ്ങനെ പല്ലവിയുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പല്ലവി ആണെങ്കിലോ സേതുവേട്ട, അത് നമ്മുടെ സ്വാതിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എടി, നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ്? അവനുണ്ടല്ലോ ചെറുപ്പം മുതൽ എൻ്റെ ഒപ്പം നിൽക്കുന്നവനാണ്. അവൻ ഒരിക്കലും എൻ്റെ പെങ്ങാമാരെ മറ്റൊരു കണ്ണിലൂടെ നോക്കില്ല. ആ ഒരു വിശ്വാസം അതെനിക്കുണ്ട്. നിനക്ക് തെറ്റിദ്ധാരണ തോന്നിയതാണ്. ഇനി ഞാൻ അവനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നതും അവനെ അന്വേഷിച്ച് സേതു ഇറങ്ങിത്തിരിക്കുന്നതും ഒക്കെയാണ് നാളത്തെ പ്രമോയിലുള്ളത്. എന്തായാലും പല്ലവി ചെയ്തു പോയ ആ ഒരു കടുങ്കയൊക്കെ ആലോചിച്ച് പല്ലവി ദുഃഖത്തിൽ തന്നെയാണ്. അതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷം. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്തേക്കണം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്